ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് മത്തയില തോരൻ വയ്ക്കാൻ പോവാണേ. ചെറുപയറിട്ട് മത്തയില ഞാൻ പറിച്ചുകൊണ്ട് വന്ന് ഒരു പിടി മത്തയിലയുണ്ട്. അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കൈ വെച്ചൊന്ന് അരങ്ങിയെടുത്തതാണ്. കൈ വെച്ച് അരങ്ങിയെടുക്കാൻ അതിൻ്റെ ആ മുള്ളങ്ങ് പോകാനാണ് കീറിയിട്ട് ചെറുതായിട്ട് കീറി അതെ എല്ലാം ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അരങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് ഞെവിടി അതിൻ്റെ ആ മുള്ളെല്ലാം ഒന്ന് പോക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഇല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കാന്താരി മുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതിന് കളറിന് വേണ്ടിയിട്ട് സ്വല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ചതച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു പിടി ചെറുപയറെടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് തയ്യാറാക്കാം. പാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി നമ്മൾ കുറച്ച് എണ്ണ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി നമുക്കതിലേക്ക് സ്വല്പം കടുകൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇടും. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. ഒരു കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചെന്ന് പറയുമ്പോൾ സ്വല്പം വെള്ളമേ ആകാവൂ. അരപ്പൊന്ന് വേവാൻ വേണ്ടി മാത്രം. അരപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മത്തയില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തയില നമ്മൾ അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി എടുക്കാം. നമ്മളൊന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി വെച്ചു. മത്തയിലെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തോത്തിയെടുക്കാം. വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ തൂന്ന് ഇട്ടിട്ടുണ്ട്. പരുവത്തിന് ഉപ്പുണ്ട്. നമുക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് വാങ്ങി വെക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. താങ്ക് യു.